നമസ്കാരം. പ്രൈം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ മാസം 11 മുതൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് സുശീല കാക്കി. നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? സുശീല കാക്കി. നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാക്കി. അപ്പൊ നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? സുശീല കാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള PV നരസിംഹ റാവു സ്മാരക അവാർഡിന് മരണാനന്തരം ലഭിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അപ്പൊ 2025 സെപ്റ്റംബറിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള PV നരസിംഹ റാവു സ്മാരക അവാർഡ് മരണാനന്തരമായിട്ട് ലഭിച്ച വ്യക്തി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ചോദിച്ചാൽ ഏതാണ്? ആദി സംസ്കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമയാണ് ഗാന്ധി. ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സിനിമ ചോദിച്ചാൽ ഏതാണ്? ഗാന്ധിയാണ്. നെക്സ്റ്റ്, ചൊവ്വയിലെ ജസീറോ ഗർത്ത മേഖലയിൽ സവിശേഷതകളുള്ള ചെയാവ ഫോൾസ് എന്ന പാറയിൽ പ്രാചീന ജീവന്റെ തെളിവുകളായേക്കാവുന്ന അടയാളങ്ങളും ധാതു നിക്ഷേപങ്ങളും കണ്ടെത്തിയ നാസയുടെ റോവറാണ് പെർസിവിയറൻസ്. അപ്പോൾ ചൊവ്വയിലെ ജസീറോ ഗർത്ത മേഖലയിൽ സവിശേഷതകളുള്ള ചെയാവോ ഫോൾസ് എന്ന പാറയില് പ്രാചീന ജീവന്റെ തെളിവുകളായേക്കാവുന്ന അടയാളങ്ങളും ധാതു നിക്ഷേപങ്ങളും കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരാണ് പെർസിവിയറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, AI മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് 3D ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജെമിനിയുടെ ഒരു AI മോഡലാണ് നാനോ ബനാന. AI മോഡലിലൂടെ സാധാരണ ഫോട്ടോകൾ ഹൈപ്പർ റിയലിസ്റ്റിക് 3D ചിത്രങ്ങളാക്കി മാറ്റുന്ന ഗൂഗിൾ ജെമിനിയുടെ ഒരു AI മോഡലിന്റെ പേരാണ് നാനോ ബനാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വാഹനമിത്ര. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഓട്ടോ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? വാഹനമിത്രയാണ്. 15,000 രൂപയാണ് ധനസഹായമായി നൽകുന്നത്. 15,000 രൂപയാണ് വാഹനമിത്ര പദ്ധതിയിലൂടെ നൽകുന്ന ധനസഹായം എന്ന് പറയുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് വാഹനമിത്ര. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഗ്രാൻഡ് റിനൈസൻസ് അണക്കെട്ട്. എത്യോപ്യയിലുള്ള ഗ്രാൻഡ് റിനൈസൻസ് അണക്കെട്ടാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കൊള്ള പലിശക്കാരെ പിടികൂടാൻ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഷൈലോക്ക്. അപ്പോൾ കൊള്ള പലിശക്കാരെ പിടികൂടാനായിട്ട് സംസ്ഥാന പോലീസ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഷൈലോക്ക് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? KSFE. സ്വദേശി സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനമാണ് KSFE. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയ മുറിവുണങ്ങാൻ സഹായിക്കുന്ന സസ്യമാണ് മുറികുടി പച്ച. അപ്പോൾ അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയ മുറിവുണങ്ങാൻ സഹായിക്കുന്ന സസ്യത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? മുറികുടി പച്ച. ഇതില് മുറികുടി പച്ച എന്ന സസ്യത്തിൽ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകമാണ് ആക്ടിയോസിഡ് സംയുക്തം. അപ്പൊ മുറികുടി പച്ചയിലെ ആക്ടിയോസിഡ് സംയുക്തമാണ് മുറിവുണങ്ങാനായിട്ട് സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയ മുറിവുണങ്ങാൻ സഹായിക്കുന്ന സസ്യത്തിന്റെ പേരാണ് മുറികുടി പച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോ ആണ്. അപ്പൊ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അത് ജപ്പാനിലെ ടോക്കിയോയിലാണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. അടുത്ത
ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലമാണ് വർക്കല പാപനാശ കുന്നുകൾ. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള സ്ഥലം ചോദിച്ചാൽ ഏതാണ്? വർക്കലയിലെ പാപനാശ കുന്നുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? കേരളം. അപ്പൊ രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്ന സ്റ്റേറ്റ് ആണ് കേരളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളമായ INS ആരവല്ലി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളമാണ് INS ആരവല്ലി. അത് ദിനേശ് കെ ത്രിപാഠി, നമ്മുടെ നാവികസേനാ മേധാവിയായ ദിനേശ് കെ ത്രിപാഠി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പുതിയ നാവിക താവളം ചോദിച്ചാൽ ഏതാണ്? അത് INS ആരവല്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തീര സംരക്ഷണ സേന അതായത് കോസ്റ്റ് ഗാർഡിന്റെ 5ാമത് ആഗോള ഉച്ചകോടി 2027 വേദി ചോദിച്ചാൽ എവിടെയാണ്? ചെന്നൈ ആണ്. തീര സംരക്ഷണ സേനയുടെ 5ാമത് ആഗോള ഉച്ചകോടി വേദി 2027 5ാമത് ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? ചെന്നൈ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ അഴിമതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ. അപ്പൊ രാജ്യത്തെ അഴിമതിരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മന്ത്രിയെ നിയമിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? അൽബേനിയയാണ്. നെക്സ്റ്റ്, ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്താണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ് ആർദ്ര കേരള പുരസ്കാരത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. മികച്ച ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് മികച്ച ജില്ലാ പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി മികച്ച മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂരിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് മികച്ച മുനിസിപ്പാലിറ്റിയായി തെരഞ്ഞെടുത്തത്. ഇനി മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരമാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ടുള്ള പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം 2023-24. മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തും മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയും, മികച്ച മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഗുരുവായൂരാണ് മികച്ച മുനിസിപ്പാലിറ്റി, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരമാണ് മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ. പിന്നെ പുരസ്കാര തുക എത്രയാണ്? 10 ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ആർദ്ര കേരളം 2023-24 മികച്ച ഗ്രാമപഞ്ചായത്ത് വെള്ളിനേഴി പാലക്കാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് ഇടുക്കി, മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ തൃശ്ശൂര്, മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരവും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തിരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ് ആണ് ജെയർ ബോൾസനാരോ. അപ്പൊ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റിന്റെ പേര് ചോദിച്ചാൽ ആരാണ്? ജെയർ ബോൾസനാരോ എന്നാണ്. നെക്സ്റ്റ്, ചൈനയിലെ നിംബോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2025 ISSF വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ഇഷ സിംഗ്. അപ്പൊ ചൈനയിലെ നിംബോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2025 ISSF വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയ വ്യക്തിയാണ് ഇഷ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓസോൺ ദിന പ്രമേയം ചോദിച്ചാൽ ഏതാണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. ഇപ്പൊ 2025 ഓസോൺ ദിന പ്രമേയമാണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. എന്നാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്? സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അപ്പൊ 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. അപ്പൊ പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട
ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? നോർക്ക കെയർ ആണ്. 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസുമാണ് ഈ പദ്ധതി മുഖേന ലഭിക്കുന്നത്. അപ്പോൾ പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് ചോദിച്ചാൽ എന്താണ്? നോർക്ക കെയർ ആണ്. അതിൽ 10 ലക്ഷം രൂപയാണ് എന്തോന്ന്? അപകട ഇൻഷുറൻസ് 10 ലക്ഷവും 5 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷവുമാണ് പദ്ധതി വഴി ലഭിക്കുന്നത്. അപ്പൊ പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18 വയസ്സ് തികയുന്നത് വരെ അനാഥരാക്കപ്പെട്ടതോ മാതാപിതാക്കൾ ഒരാളെ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ പദ്ധതിയാണ് അൻപ് കരങ്ങൾ. അപ്പോൾ 18 വയസ്സ് തികയുന്നത് വരെ അനാഥരാക്കപ്പെട്ടതോ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെട്ടതോ ആയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകുന്ന തമിഴ്നാട് സർക്കാരിന്റെ പദ്ധതി ചോദിച്ചാൽ ഏതാണ്? അൻപ് കരങ്ങൾ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത് കമ്പൈൻഡ് കമാൻഡേഴ്സ് സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പൊ 16ാമത് കമ്പൈൻഡ് കമാൻഡേഴ്സ് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നെക്സ്റ്റ്, യുഎൻഎയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശ കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രീതി സരൺ. യുഎൻഎയുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അവകാശ കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ചോദിച്ചാൽ ആരാണ്? പ്രീതി സരൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധ കപ്പലാണ് INS ആന്ത്രോത്ത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധ കപ്പലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? INS ആന്ത്രോത്ത് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഗാര നമ്പാഷിയൻസിസ് എന്ന പുതിയ ശുദ്ധജല മത്സ്യ ഇനത്തെ കണ്ടെത്തിയത്? അപ്പൊ മണിപ്പൂര്. അപ്പൊ ഗാര നമ്പാഷിയൻസിസ് എന്ന പുതിയ ശുദ്ധജല മത്സ്യ ഇനത്തെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? മണിപ്പൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ ഗാര നമ്പാഷിയൻസിസ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇത് ശുദ്ധജല മത്സ്യമാണ്. അപ്പൊ ഗാര നമ്പാഷിയൻസ് മണിപ്പൂരിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ശുദ്ധജല മത്സ്യ ഇനമാണേത്? ഗാര നമ്പാഷിയൻസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബർ 16 സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ. 2025 സെപ്റ്റംബർ 16 സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ 4 വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് K-Learn. സംസ്ഥാനത്തെ 4 വർഷത്തെ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? K-Learn എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ പേര് ചോദിച്ചാൽ എവിടെയാണ്? കൊച്ചിയാണ്. ലോക തേക്ക് കോൺഫറൻസ്. അപ്പൊ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് തേക്ക് കോൺഫറൻസിന്റെ പേര് ചോദിച്ചാൽ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സർവേഷ് അനിൽ ഖുഷാരെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഹൈ ജമ്പിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? സർവേഷ് അനിൽ ഖുഷാരെ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും വേഗതയേറിയ താരമായി തെരഞ്ഞെടുത്തത് ഓബ്ലിക് സെവിൽ. ജമൈക്കയുടെ ഓബ്ലിക് സെവിലാണ് മികച്ച വേഗതയേറിയ താരം, അല്ലെങ്കിൽ ഏറ്റവും വേഗതയേറിയ താരമായിട്ട് തെരഞ്ഞെടുത്തത് ഓബ്ലിക് സെവിലിനെയാണ്. ജമൈക്ക താരമാണ്. ഇനി ഏറ്റവും വേഗതയേറിയ വനിതാ താരം ചോദിച്ചാൽ ആരാണ്? മെലിസ ജെഫേഴ്സൺ. അപ്പൊ ഏറ്റവും വേഗതയേറിയ പുരുഷ താരം ചോദിച്ചാൽ ആരാണ്? അത് ജമൈക്കയുടെ ഒബ്ലിക് സെവിലും. ഏറ്റവും വേഗതയേറിയ വനിതാ താരം ചോദിച്ചാൽ അത് അമേരിക്കയുടെ മെലിസ ജെഫേഴ്സണും ആയിരുന്നു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി ചോദിച്ചാൽ എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോ ആണ് 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും
വേഗതയേറിയ താരം പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ജമൈക്കയുടെ ഒബ്ലിക് സെവിലിനെയും മികച്ച ഏറ്റവും വേഗതയേറിയ വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തത് മെലിസ ജെഫേഴ്സണെയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ കിരീടം നേടിയത് ചൈന. അപ്പൊ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണ്. ഇന്ത്യയാണ് ചൈന പരാജയപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിഡെ വനിതാ ഗ്രാൻഡ് ചെസ്സിൽ രണ്ടാം തവണയും ജേതാവായത് ഇന്ത്യയുടെ ആർ വൈശാലി. ഫിഡെ വനിതാ ഗ്രാൻഡ് ചെസ്സിൽ രണ്ടാം തവണയും ജേതാവായത് ഇന്ത്യയുടെ ആർ വൈശാലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ PM പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ ധാർ ജില്ലയിലാണ്. അപ്പൊ രാജ്യത്തിലെ ആദ്യത്തെ PM പാർക്ക് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ ആണ്. നെക്സ്റ്റ്, മാതൃ ശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സുമൻ സഖി ചാറ്റ് ബോട്ട്. അപ്പോൾ മാതൃ ശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി കൃത്യമായ വിവരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സുമൻ സഖി ചാറ്റ് ബോട്ട്. സുമൻ സഖി ചാറ്റ് ബോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കായി ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഡൽഹിയിലാണ്. സ്ത്രീകൾക്കായുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയിൽ പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് ശ്രേണിയിൽ കണ്ടെത്തിയ പുതിയ സസ്യ ഇനത്തിന്റെ പേരാണ് ഇംപേഷ്യന്റ് സെൽവാസിംഗി. അപ്പൊ കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കുദ്രേമുഖ് ശ്രേണിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനത്തിന്റെ പേരാണ് ഇംപേഷ്യന്റ് സെൽവാസിംഗി. കർണാടകയിൽ പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് ശ്രേണിയിൽ കണ്ടെത്തിയ പുതിയ സസ്യ ഇനത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ഇംപേഷ്യന്റ് സെൽവാസിംഗി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിംഗപ്പൂരിൽ നടക്കുന്ന പസഫിക് റീച്ച് 2025 എക്സർസൈസിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന്റെ പേരാണ് INS നിസാർ. ഇപ്പൊ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന പസഫിക് റീച്ച് 2025 എക്സർസൈസിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലിന്റെ പേരെന്താണ്? INS നിസാർ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, MS സുബ്ബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി BK ഹരിനാരായണൻ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് ശിവം ശുഭം. അപ്പം MS സുബ്ബലക്ഷ്മിയുടെയും ത്യാഗരാജ സദാശിവത്തിന്റെയും ജീവിതം അടിസ്ഥാനമാക്കി BK ഹരിനാരായണൻ രചിച്ച പുസ്തകത്തിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ശിവം ശുഭം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഖാർതുംഗില ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയാണ് സോജ സിയ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഖാർതുംഗില ചലഞ്ച്, ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്നതാണ് ഖാർതുംഗില ചലഞ്ച്. ആ ഖാർതുംഗില ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയാണ് സോജ സിയ. ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഖാർതുംഗില ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയാണ് സോജ സിയ. അടുത്ത ക്വസ്റ്റ്യൻ, ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. അപ്പൊ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാല്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണന് 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുമേ. 2004
അടൂർ ഗോപാലകൃഷ്ണനാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത്. അപ്പൊ 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിനാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആദ്യം ലഭിച്ച മലയാളി ചോദിച്ചാൽ ആരാണ്? അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് എവിടെയാണ്? കോവളത്തിലാണ്. അപ്പൊ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത് കോവളത്ത് വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ഓസ്കാർ അവാർഡിനുള്ള മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ചിത്രമാണ് ഹോം ബൗണ്ട്. ഹിന്ദി ചിത്രമായ ഹോം ബൗണ്ട് ആണ് ഔദ്യോഗിക എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? നീരജ് ഗെയ്വാനാണ് ഹോം ബൗണ്ട് എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ സംവിധായകൻ. അപ്പൊ 2026 ഓസ്കാർ അവാർഡിനുള്ള മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ ചിത്രമാണ് ഹോം ബൗണ്ട്. ഇതിന്റെ സംവിധായകൻ ചോദിച്ചാൽ ആരാണ്? നീരജ് ഗെയ്വാനാണ് ഇത് സംവിധാനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമായ പാർക്ക് കോങ്നി പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അപ്പൊ ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് പാർക്ക് കോങ്നി പ്രൈസ്. അത് ലഭിച്ച ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ചോദിച്ചാൽ ആരാണ്? അമിതാവ് ഘോഷ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 38ാമത് സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ 2025 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 38ാമത് സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പുതിയ ഫാസ്റ്റ് പെട്രോളിംഗ് കപ്പലിന്റെ പേരാണ് ICGS ആദമ്യ. അപ്പം ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്ത് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും പുതിയ ഫാസ്റ്റ് പെട്രോളിംഗ് കപ്പലിന്റെ പേര് ചോദിച്ചാൽ ഏതാണ്? ICGS ആദമ്യ. ആദമ്യ എന്നാണ് കപ്പലിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അപ്പൊ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ സമർപ്പിത കായിക സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? അത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതിയാണ് ചബഹാർ. അപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ തുറമുഖ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? ചബഹാർ തുറമുഖ പദ്ധതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ദുബായ്. ഇപ്പൊ 2025 സെപ്റ്റംബറിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ദുബായ് ആണ് യൂണിവേഴ്സൽ പോസ്റ്റൽ കോൺഗ്രസിന് വേദിയായത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ രണ്ടാമത് ദേശീയ ഭിന്നശേഷി കലാമേള സമ്മോഹൻ വേദി ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് സമ്മോഹന്റെ വേദി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീഡം എഡ്ജ് എന്ന ത്രിരാഷ്ട്ര സൈനികാഭ്യാസം ആരംഭിച്ച രാജ്യങ്ങളാണ് ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ. അപ്പൊ ഫ്രീഡം എഡ്ജ് എന്ന പേരില് ത്രിരാഷ്ട്ര സൈനികാഭ്യാസം ആരംഭിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ. അല്ലെങ്കിൽ ദക്ഷിണ കൊറിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സൈനികാഭ്യാസത്തിന്റെ പേരാണ് ഇത് ഫ്രീഡം എഡ്ജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ബാലൻസ്യോർ പുരസ്കാരത്തിൽ മികച്ച താരമായി തെരഞ്ഞെടുത്തത് ആരാണ്? ഒസ്മാൻ ഡെംബാലെ.
ഫ്രാൻസ്. PSG ആണ് ക്ലബ്ബ്. അപ്പൊ 2025 ബാലൻഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരം ചോദിച്ചാൽ ഏതാണ്? ഒസ്മാൻ ഡെംബലെയാണ് മികച്ച പുരുഷ താരം. അദ്ദേഹത്തിന്റെ ക്ലബ്ബ് ചോദിച്ചാൽ ഏതാണ്? PSG ആണ് ക്ലബ്ബ്, ഫ്രാൻസ് ആണ് രാജ്യം. ഇനി മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം. അവരുടെ ക്ലബ്ബ് ചോദിച്ച ബാഴ്സലോണ ക്ലബ്ബാണ്, സ്പെയിൻ ആണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ 2025 ബാലൻഡിയോർ പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരം ചോദിച്ചാൽ ആരാണ്? ഒസ്മാൻ ഡെംബാലെയാണ് മികച്ച പുരുഷ താരം. അദ്ദേഹം ഫ്രാൻസിന്റെ PSG ക്ലബിലുള്ളതാണ്. മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുത്തത് ആരാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. സ്പെയിനിന്റെ ബാഴ്സലോണ ക്ലബ്ബാണ് ഐറ്റാന ബോൺമാറ്റി ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, US ടെലിവിഷൻ പുരസ്കാരമായ എമ്മി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ് ഓവൻ കൂപ്പർ. അപ്പൊ US ടെലിവിഷൻ പുരസ്കാരമായ എമ്മി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ചോദിച്ചാൽ ആരാണ്? ഓവൻ കൂപ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗണ്ട് ഫിജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കൊക്കിച്ചി അകുസാവ. അപ്പൊ മൗണ്ട് ഫിജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചാൽ ആരാണ്? കൊക്കിച്ചി അകുസാവയാണ്. അദ്ദേഹത്തിന്റെ 102-ാം വയസ്സിലാണ് അദ്ദേഹം ഈ മൗണ്ട് ഫിജി കീഴടക്കിയത്. അപ്പൊ മൗണ്ട് ഫിജി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കൊക്കിച്ചി അകുസാവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റലിയിലെ ഗവേഷകർ അടുത്തിടെ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് പവർ ഫ്ലൈയിങ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് അയൺ കപ്പ് MK. ഇറ്റലിയിലെ ഗവേഷകർ അടുത്തിടെ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് പവർ ഫ്ലൈയിങ് ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് അയൺ കപ്പ് MK. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ദി ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലണ്ട് ബോക്സിംഗ് താരമാണ് റിക്കി ഹാറ്റൺ. അപ്പൊ 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ദി ഹിറ്റ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലണ്ട് ബോക്സിംഗ് താരം ചോദിച്ചാൽ ആരാണ്? റിക്കി ഹാറ്റൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി നിലവിൽ വരുന്നത് എവിടെയാണ്? അതും ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി നിലവിൽ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, IMFന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന വ്യക്തിയാണ് ഡാനിയൽ കാറ്റ്സ്. IMFന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്ന വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡാനിയൽ കാറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. അപ്പൊ ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ഏതാണ്? സൂതികാമിത്രം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയായ മാ വന്ദേയിൽ മോദിയായി വേഷമിടുന്നത് ആരാണ്? ഉണ്ണി മുകുന്ദനാണ്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് മാ വന്ദേ. ആ മാ വന്ദേയിൽ ഉണ്ണി മുകുന്ദനാണ് നരേന്ദ്രമോദിയായിട്ട് വേഷമിടുന്നത്. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ ചോദിച്ചാൽ ഏതാണ്? മാ വന്ദേ എന്നാണ് സിനിമയുടെ പേര്. അതിൽ നരേന്ദ്രമോദിയായിട്ട് വേഷമിടുന്നത് ഉണ്ണി മുകുന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? സ്പെയിൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? ഇന്ത്യക്ക് 134 സ്ഥാനം. അപ്പൊ 2025 സെപ്റ്റംബറില് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഒന്നാമത് സ്പെയിൻ ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഇന്ത്യക്ക് 134 സ്ഥാനമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൻ സുരക്ഷാ സംതൃപ്തി അഭിയാൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. അപ്പൊ ജൻ സുരക്ഷാ സംതൃപ്തി അഭിയാൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. ജൻ സുരക്ഷാ സംതൃപ്തി അഭിയാൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.